തൃശ്ശൂർ ഗോൾഡ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ അത് കാണാത്ത ആളുകൾക്ക് അതൊരു തള്ളായിട്ട് തോന്നാം. എന്നാ അങ്ങനെയല്ലാട്ടാ. സ്വർണത്തിന്റെ ഒരു അണ്ടർവേൾഡ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? വിശ്വസിക്കണം. തൃശ്ശൂരിൽ നിന്ന് ഉയർന്നു വന്ന സ്വർണത്തിന്റെ ബ്രാൻഡുകളൊക്കെ പയറ്റി തെളിഞ്ഞു വന്ന ഒരു സ്ഥലമുണ്ട്, നമ്മുടെ തൃശ്ശൂര് ഹൈറോഡും എമ്മോ റോഡും. ഒരു കാലത്ത് ഇവിടെ സ്വർണ്ണക്കടകളുടെ ഒരു തെരുവായിരുന്നു. ഇപ്പോഴും സ്വർണ്ണക്കടകൾക്ക് ഇവിടെ പഞ്ഞൊന്നുമില്ല. ഏകദേശം ഒരു 50,000-ഓളം ആളുകളാണ് ഈ മേഖലയെ ആശ്രയിച്ച് കഞ്ഞി കുടിച്ച് ജീവിച്ചു പോണെ. ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്നവര് തൊട്ട് തട്ടാന്മാര്, ഡൈവർക്ക് ചെയ്യുന്നവര്, ഗോൾഡ് ടെസ്റ്റ് ചെയ്യുന്നവര്, ബ്രോക്കർമാര് തുടങ്ങി എന്തോരം തരം ജോലികളാണെന്നറിയോ. രാവിലെ പുത്തമ്പള്ളിയുടെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെയൊക്കെ പോകുമ്പോഴേ ഈ സ്വർണ്ണക്കടയിൽ നിന്നൊക്കെ വരുന്ന മണ്ണ് അടിച്ചെടുക്കണ ചേട്ടന്മാരെ കാണാം. അത് അരിച്ചു കിട്ടുന്ന ഇത്തിരി പോന്ന സ്വർണം കൊണ്ട് ജീവിതം പോറ്റുന്നവര്. ഈ സ്വർണത്തിന്റെ കച്ചവടത്തിന് ഇവിടെ വന്നുകൂടിയ സേട്ടുമാരും മറ്റു നാട്ടുകാരും വേറെ. കേരളത്തിലെ ജ്വല്ലറികളില് സെയിൽസ്മാൻമാരായിട്ട് ഏറ്റവും കൂടുതൽ തൃശ്ശൂർക്കാരായിരിക്കും. കേരളത്തിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ച സ്വർണ്ണാണെങ്കിൽ നിങ്ങളുടെ കഴുത്തിലും കാതിലും കിടക്കുന്നതിന് ഒരു തൃശ്ശൂർ ടച്ച് ഉണ്ടാവും, ഉറപ്പാണ്. കാലം മാറിയപ്പോ ഹൈറോട്ടിൽ നിന്ന് മാറിയിട്ടുള്ള ഹോൾസെയിൽ ട്രെൻഡ് വന്നിട്ടുണ്ടെങ്കിലും തൃശ്ശൂർ സ്വർണത്തിന്റെ പകിട്ട് കൂടിയിട്ടുള്ളൂ, കുറഞ്ഞിട്ടില്ല. ഗോൾഡ് ഈസ് ഗോൾഡ്, ഗോൾഡ് ഈസ് ഗോൾഡ്. സ്വർണ്ണ സത്യ, സത്യ സ്വർണ്ണ.